നമസ്കാരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി മാറ്റി സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. ദേവസ്വം ബോർഡ് മുൻ അധികൃതരും മറ്റ് പ്രതികളും ചേർന്ന് ചട്ടങ്ങൾ ലംഘിച്ച് വ്യാജരേഖകൾ ചമയ്ക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. PS പ്രശാന്തും അജികുമാറും ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി സ്വർണം പൂശുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. കേസിലെ മറ്റ് പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി എന്നിവരെ സഹായിക്കുന്നതിനായി ഔദ്യോഗികമായ പദവി ദുരുപയോഗം ചെയ്ത് വ്യാജരേഖകൾ നിർമ്മിക്കുകയായിരുന്നു. ക്ഷേത്ര മുതലുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് മുൻപ് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങണമെന്ന കർശന നിർദ്ദേശം PS പ്രശാന്ത് ബോധപൂർവം അവഗണിച്ചു. 2025 ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പം കൊണ്ടുപോയ സംഭവത്തിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. രാവിലെ കരകുളത്തെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത ശേഷമായിരുന്നു അറസ്റ്റ്. സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കുന്നതിന് വേണ്ടി പ്രശാന്തിന്റെ നേതൃത്വത്തിൽ വലിയ ഇടപെടലുകൾ നടന്നു എന്നാണ് SITയുടെ കണ്ടെത്തൽ. 2019 ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തതിനെ കുറിച്ച് പ്രശാന്തിന് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്നും അത് മനഃപൂർവ്വം മറച്ചുവെക്കുകയായിരുന്നുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. അതേസമയം കേസിന്റെ അന്വേഷണത്തിൽ സർക്കാർ യാതൊരു തരത്തിലുമുള്ള ഇടപെടലും നടത്തിയിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലാകാമെന്ന് അറസ്റ്റിന് തൊട്ടുമുമ്പ് രാവിലെ ഫേസ്ബുക്കിലൂടെ പ്രശാന്ത് കുറിച്ചിരുന്നു. തന്റെ ഭരണസമിതിയുടെ കാലത്തല്ല സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് എന്നായിരുന്നു പ്രശാന്തിന്റെ വാദം. എന്നാൽ ഈ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് SIT. 2025 ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. LDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന രണ്ടാമത്തെ ഭരണസമിതിയാണ് ഈ കേസോടെ പ്രതിക്കൂട്ടിലാകുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ നേരത്തെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിന് തൊട്ടുമുമ്പ് താൻ നിരപരാധിയാണെന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള നീക്കമാണിതെന്നും ആരോപിച്ച് PS പ്രശാന്ത് രംഗത്ത് വന്നിരുന്നു. എങ്കിലും ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന് കോടതി ഉത്തരവുകൾ കാറ്റിൽ പറത്തി ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് കണ്ടെത്തിയതോടെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റിലേക്ക് കടന്നത്. ഭരണഘടനാപരമായ ചുമതലകൾ ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തിയതോടെയാണ് ഇടത് നേതാവിന് രക്ഷയില്ലാതായത്. പൊതുമുതലും അയ്യപ്പ ഭക്തരുടെ കാണിക്കയും കവർന്ന കേസിൽ കൂടുതൽ ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് SITയുടെ നീക്കം. മുൻ ഭരണസമിതികൾ നടത്തിയത് കേവലം അനാസ്ഥയല്ലെന്നും കൃത്യമായ കൂട്ടുകച്ചവടമാണെന്നും തെളിഞ്ഞ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ അറസ്റ്റിലാകുന്നവരുടെ പട്ടിക ഇനിയും നീളുമെന്ന് ഉറപ്പായിട്ടുണ്ട്.